അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിനായി മൊത്തം ലഭിച്ചത് 74 പത്രികകൾ. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ബീന റാണി നൽകും കൂടുതൽ വിവരങ്ങൾ. ബീന, വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 15 നടക്കുന്ന താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ നൽകാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് 4 മണിയോടെ നോമിനേഷൻ നൽകാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ ഏതാണ്ട് 74 പേരാണ് പത്രിക നൽകിയിട്ടുള്ളത്. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം 8 പേർ പത്രിക നൽകിയിരുന്നു. ജോയ് മാത്യു, ജഗദീഷ് ഉൾപ്പെടെയുള്ളവരാണ് പത്രിക നൽകിയത്. ഇതിൽ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. ബാക്കി ജഗദീഷ്, രവീന്ദ്രൻ അടക്കമുള്ളവർ, നവ്യ നായർ അടക്കമുള്ളവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പത്രിക സ്വീകരിച്ചു. മറ്റു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ് അറിയുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. ബാബുരാജിനെ ജോയ് മാത്യു ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ നേരിടുക. ഒപ്പം തന്നെ മറ്റ് ഭാരവാഹികൾക്കുള്ള നോമിനേഷനും ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ വലിയ ആശയ സംവാദങ്ങളും മറ്റും നടക്കുന്നുണ്ട്. കാരണം ആരോപണ വിധേയരായവർ പലരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്. ഈ നേരത്തെ തന്നെ പ്രതികരിച്ച നടൻ അനൂപ് ചന്ദ്രൻ അടക്കമുള്ളവർ ആരോപണ വിധേയരായവർ മത്സരിക്കേണ്ടതില്ല, അതങ്ങനെ മാറി നിൽക്കുന്നതാണ് മര്യാദ, ചെറുപ്പക്കാർ വരട്ടെ, ഇത്തരത്തിൽ ആരോപണ വിധേയരായവർ മത്സരിക്കുന്നത് മോശം പ്രതിച്ഛായ, അമ്മ എന്ന സംഘടനയ്ക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമെന്നും മറ്റും പ്രതികരിച്ചിരുന്നു. ഇതോടൊപ്പം അൻസിബയും സരയും, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗങ്ങളായ അൻസിബയും സരയും മറ്റും രാഷ്ട്രീയക്കാരും മറ്റും ആരോപണ വിധേയരായവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സിനിമാക്കാർക്ക് മത്സരിച്ചുകൂടാ എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും കടുത്ത മത്സരമാണ് താരസംഘടന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഏതാണ്ട് 74 പേർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ മാസം 31 തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്കും ഒപ്പം തന്നെ കൂടുതൽ വിവാദങ്ങൾക്കും വഴി തുറക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.